ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പലതരത്തിലുള്ള ആത്മീയ അനുഭവങ്ങളാൽ സമ്പന്നമാണ് വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതം. അത്തരത്തിലുള്ളൊരു അനുഭവമാണ് അപ്രതീക്ഷിതമായി വിശുദ്ധ പിയോ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുമായി ഉണ്ടായത്. ഒരിക്കൽ പിയോ അച്ഛൻ തനിച്ചു മുറിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അതാ ഒരു വൃദ്ധൻ കൺമുൻപിൽ നിൽക്കുന്നു. അതേക്കുറിച്ച് പിയോ അച്ഛൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആ രാത്രിയിൽ ആശ്രമത്തിലെ എല്ലാ വാതിലുകളും അടച്ചിരിക്കുമ്പോൾ അയാൾ എങ്ങനെ അകത്ത് കയറിയെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. ആഗമന ഉദ്ദേശം എന്താണെന്നറിയാൻ ഫാദർ പിയോ ആ മനുഷ്യനോട് ചോദിച്ചു. ആരാണ് നീ? എന്താണിവിടെ കാര്യം? വൃദ്ധൻ മറുപടി പറഞ്ഞു: പാദ്രി പിയോ, നിക്കോളിയുടെ മകനായ പിയാത്രോ ദി മൗവറോയാണ് ഞാൻ. എൻ്റെ വിളിപ്പേര് പ്രേക്കോക്കോ എന്നാണ്. 1908 സെപ്റ്റംബർ 18 ഈ ആശ്രമത്തിലെ 4-ാം നമ്പർ സെല്ലിൽ മരിച്ച വ്യക്തിയാണ് ഞാൻ. ഒരു രാത്രി കിടന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. സിഗരറ്റിൽ നിന്ന് തീജ്വാലകൾ പടർന്ന് എൻ്റെ സെല്ല് കത്തി നശിച്ചു. അങ്ങനെ ശ്വാസം മുട്ടി തീപ്പൊള്ളലേറ്റ് ഞാൻ മരിച്ചു. ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്താണ്. എൻ്റെ മോചനത്തിനായി വിശുദ്ധ കുർബാന വേണം. ഈ സഹായം നിന്നോട് ചോദിക്കുന്നതിനായി ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. നിന്റെ വിമോചനത്തിനായി ഞാൻ നാളെ വിശുദ്ധ ബലി അർപ്പിച്ചുകൊള്ളാം. പിയോ അവന് ഉറപ്പു നൽകി. വൃദ്ധൻ പിയോ അച്ഛൻ്റെ മുൻപിൽ നിന്ന് മറഞ്ഞു. കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ പിയോ ആശ്രമത്തിലെ പഴയ രേഖകൾ പിറ്റേന്ന് തന്നെ പരിശോധിച്ചു. 1908 സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയൊരു സംഭവം നടന്നിരുന്നതായി കണ്ടെത്തി. പിയോ അച്ഛൻ അന്നു തന്നെ പ്രേക്കോക്കായി വിശുദ്ധ കുർബാന അർപ്പിച്ച് അവൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചു. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല. പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സഹായത്തിനായി വിശുദ്ധ പിയോയെ സന്ദർശിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പിയോ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: ജീവിച്ചിരിക്കുന്ന ആത്മാക്കളെ പോലെ മരിച്ച ആത്മാക്കളും ഈ ആശ്രമത്തിലെ നിത്യസന്ദർശകരാണ്. ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുള്ള മോചനത്തിനായി വിശുദ്ധ കുർബാനയായിരുന്നു അവരുടെ എല്ലാം ആവശ്യം. നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയങ്ങളുടെ മധ്യഭാഗത്തിലുള്ള ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആരും ആ മധ്യഭാഗത്ത് നിൽക്കാറില്ല. ദേവാലയത്തിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് നമ്മളൊക്കെ കുർബാനയിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോയി നിൽക്കുന്നത്. സഭയുടെ പാരമ്പര്യമനുസരിച്ച് ശുദ്ധീകരണ ആത്മാക്കൾ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്ന സ്ഥലമാണ് അത് എന്ന് വിശ്വസിച്ചു പോരുന്നു. ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ഫലമായിട്ട് ധാരാളം ശുദ്ധീകരണാത്മാക്കൾ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്നു. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലിയിലും പ്രത്യേകമായി മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ നിയോഗം വെച്ച് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടമനുഭവിക്കുന്ന ആത്മാക്കളുടെ മോചനത്തിനായി പ്രത്യേകം വിശുദ്ധ ബലിയിലൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുവാൻ ഈശോ വിശുദ്ധ ജദ്രൂദിനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. സഭയിൽ മരിച്ച വിശ്വാസികളുടെ ശാന്തിക്കായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ 1000 ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതരാകുമെന്ന് ഈശോ വിശുദ്ധ ജദ്രൂദിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെച്ചുകൊള്ളുന്നു. ആമേൻ.